എൻ്റെ കവിതകളുടെ മാഹാത്മ്യത്തെപ്പറ്റി ഞാൻ പ്രസംഗിക്കാറില്ല, ആരോടും പറഞ്ഞ് പ്രസംഗിപ്പിച്ചിട്ടുമില്ല, ആരെ കൊണ്ട് എഴുതിച്ചിട്ടുമില്ല. നമസ്കാരം. ഭാവനയാണ്, ഭാവന മാത്രമാണ് ഏതൊരു കവിയുടെയും സ്വകാര്യ സ്വത്ത്. മുൻമന്ത്രിയും CPM നേതാവുമായ G. സുധാകരൻ ഒരു കവിയാണെന്ന് സ്വയം അവകാശപ്പെടാറില്ലെങ്കിലും അദ്ദേഹം ഒരു കവി അല്ല എന്ന് ആരും പറയില്ല. കാമനയുടെ വിളി മാമുനിയിലുമുണ്ടാം എന്ന് കവി ONV കുറുപ്പ് പാടിയിട്ടുണ്ട്. അത്തരമൊരു വിളി രാഷ്ട്രീയ കവി G. സുധാകരന് മാത്രം പാടില്ല എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ചു നോക്കി അത് തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കവി പോലും അറിയാതെ അതിലൽപ്പം ഭാവന കയറിക്കൂടി എന്നത് അത്ര വലിയ അപരാധമാണ്. കവിതയിലും പ്രസംഗത്തിലും പീലി വിടർത്തുന്ന ഭാവനയ്ക്കൊപ്പം അദ്ദേഹം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആക്ഷേപഹാസ്യത്തിന്റെ പൊരുൾ എത്ര വലുതാണ്. ഇതിനൊക്കെ എതിരെ കേസ് കൊടുക്കാനും കേസെടുക്കാനും ഭാവനാശൂന്യന്മാർക്ക് മാത്രമേ കഴിയൂ. VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് കാളിദാസന്റെ കാവ്യഭാവനയെ കാൽച്ചിലം പണിയിച്ച ഉദ്ധരണി കവിതകളുടെ വിധ തന്നെ G. സുധാകരനിൽ നിന്ന് ഉണ്ടായത്. VS അച്യുതാനന്ദൻ സർക്കാരിൽ ദേവസ്വം മന്ത്രിയായിരുന്നു G. സുധാകരൻ. അക്കാലത്ത് ശബരിമലയിലെ അരവണ പായസം കണ്ടെയ്നറുകളിലാക്കി നൽകുന്നത് സംബന്ധിച്ച് വിവാദമുണ്ടായി. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് സുധാകരന്റെ പ്രതികരണം ഇതായിരുന്നു: അരവണ പ്രസാദം വാഴയിലയിലോ ആലിലയിലോ ആണ് നൽകേണ്ടത്. വസിഷ്ഠനും വിശ്വാമിത്രനുമൊക്കെ പ്രസാദം നൽകിയിരുന്നത് കണ്ടെയ്നറുകളിലല്ല. ശബരിമലയിൽ അരവണ അവതാളത്തിലായിട്ടില്ല. മാധ്യമങ്ങളിൽ വരുന്നത് കണ്ട് അരണകളാണ് അവതാളത്തിലായത്. മന്ത്രി സുധാകരൻ ആയിടയ്ക്ക് മറ്റൊരു സത്യം കൂടി കുറിച്ചിട്ടു. ശബരിമലയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ ഒരു ഓട്ടുപെട്ടിയും കൈപ്പത്തിയുടെ ഒരു പെട്ടിയും വെച്ചാൽ കൈപ്പത്തിക്കാർക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല. കൂടുതൽ നിറയുക അരിവാൾ ചുറ്റികയുടെ പെട്ടിയിലായിരിക്കും. ദേവസ്വം മന്ത്രിയായിരിക്കെ കൊച്ചി ദേവസ്വം പ്രസിഡന്റിനോട് കലഹിച്ച സുധാകരൻ ചോദിച്ചു, ഭണ്ഡാരത്തിലെ പണം രാത്രിക്ക് കട്ട് അച്ചിക്ക് കൊടുക്കുന്നവനാണോ ദൈവവിശ്വാസി? യേശുദാസന്റെ ക്ഷേത്രപ്രവേശനത്തെ എതിർക്കുന്നത് അമ്പലം ചുറ്റി കീശ വീർപ്പിക്കുന്നവരാണ് എന്നും അന്ന് അദ്ദേഹം ഭാവനയിൽ കണ്ടു. കള്ളസ്വാമിമാരെയും തന്ത്രിമാരെയും ഒക്കെ അവരുടെ വസ്ത്രധാരണത്തെ ഉൾപ്പെടെ കണക്കറ്റ് വിമർശിച്ച കവിമന്ത്രിയുടെ അവരെക്കുറിച്ചുള്ള ഭാവന കുന്ത സമാനമായിരുന്നു. കള്ളസ്വാമിമാരുടെ ആസനത്തിൽ കുന്തം കയറ്റണം എന്ന് പറഞ്ഞ സുധാകര മന്ത്രി അതുമാത്രം പോരാ, അവരെ ഭീമസേനൻ കൈകാര്യം ചെയ്തതുപോലെ കൈകാര്യം ചെയ്യണം എന്നുകൂടി ആഹ്വാനം ചെയ്തു കളഞ്ഞു. ഒപ്പം അമ്മമാർക്കും ഒരു മുന്നറിയിപ്പുണ്ടായി: പെൺമക്കളുമായി അമ്മമാർ കള്ളസ്വാമിമാരുടെ അടുത്ത് പോകരുത്. സ്വാമിമാരുടെ അടുത്ത് പെണ്ണുങ്ങൾ പോകാതിരുന്നാൽ അവർക്ക് വളരാനാവില്ല. ചാനലുകളെ കുറിച്ചുള്ള G. സുധാകരന്റെ കാവ്യഭാവനയെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. ആ ഭാവന ചിറകു വിടർത്തുന്നത് നോക്കൂ. മികച്ച ചോദ്യങ്ങളും വിമർശനങ്ങളുമായി രംഗത്ത് വരേണ്ട ചാനലുകൾ പാതിരാ കോഴികളെ പോലെ കൂവുകയാണ്. കഞ്ഞിപ്പരിപാടികൾ നിർത്തിയില്ലെങ്കിൽ ചാനലുകൾ കാണാൻ ആളുണ്ടാവില്ല. മറ്റൊരിക്കൽ പത്രക്കാരുടെ ശക്തിയെക്കുറിച്ച് അദ്ദേഹം പരിതപിച്ചത് ഇങ്ങനെയായിരുന്നു: ഞാൻ പത്രക്കാരനായിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രി ശരത് പവാറിന്റെ വാരിയെല്ല് ഊരിയെടുത്തേന്. G. സുധാകരൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കവിയാണ്. ഭാവന കവിയുടെ ആയുധമാണ്. നാടകാന്തം കവിത്വം എന്നൊരു പ്രമാണം തന്നെ നാട്ടിലുണ്ട്.